നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അത് കടക്കുമ്പോൾ വിളറി പൂണ്ട പ്രതിപക്ഷം കാട്ടിക്കൂട്ടിയ അക്രമമാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ച്. അത് അക്രമാസക്തമായി പോലീസ് ലാത്തിവീശി ജലവീരങ്കി പ്രയോഗിച്ചു. പോലീസിനും പരിക്കേറ്റു, പ്രവർത്തകർക്ക് പരിക്കേറ്റു. വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, വ്യാജ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതല്ല, 2 ലക്ഷത്തോളം വ്യാജ ID കാർഡുകൾ നിർമ്മിച്ച് പ്രസിഡന്റായ വിദ്വാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം നയിക്കുന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് അതിന് തന്നെ ധാർമ്മികത ഇല്ല. പിന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് അതിനു മുമ്പേ അനൗൺസ് ചെയ്തിരുന്നത് എന്താണ്? ഞങ്ങൾ നിയമം കയ്യിലെടുക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ഞങ്ങൾ നിയമം കയ്യിലെടുക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അക്രമം നടത്തും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം ഞങ്ങൾ ഇല്ലാണ്ടാക്കും. ഈ ഒരൊറ്റ പ്രസ്താവനയുടെ പേരിൽ തന്നെ VD സതീഷിനെതിരെ നിയമപരമായിട്ട് കേസെടുക്കാം. ഒരു പബ്ലിക് പദവിയിൽ ഇരുന്നിട്ട്, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നിട്ട് അങ്ങനെ ഒരു ആഹ്വാനം ചെയ്യാൻ പാടില്ല. അത് നിയമത്തിന് നിരക്കുന്നതല്ല. എന്നിട്ട് ഈ അക്രമമെല്ലാം നടന്നു. പോലീസ് കേസെടുത്തു. അത് പോലീസിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. VD സതീശൻ 1-ാം പ്രതിയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായിട്ടും 100-ലധികം യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതികളാക്കിയും കേസെടുത്തു. അത് പോലീസ് കേസെടുത്തേ പറ്റുള്ളൂ. കാരണം അവിടെ നടന്നത്, ആ ദൃശ്യങ്ങൾ ലൈവ് കണ്ട നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കറിയാം, അതിന്റെ മറ്റ് വീഡിയോ കണ്ടവർക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK ഷിബിനയുടെ വസ്ത്രം വലിച്ചു കീറി പുരുഷ പോലീസുകാർ വരെ ഇടപെട്ടു എന്ന് പ്രസ്താവന ഇറക്കിയ VD സതീശ, നിങ്ങൾ എന്ത് നുണയാണ് പറയുന്നത്? ഈ ദൃശ്യങ്ങളിൽ ലൈവ് കാണുന്ന ജനങ്ങളോട് ഇങ്ങനെ നുണ പറയാമോ? ഈ ഷിബിനയെ വനിതാ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ആ ഉന്തും തള്ളിനുമിടയിൽ അവരുടെ വസ്ത്രം ഭാഗ്യമായിട്ട് കീറുന്നു. അവിടെ ഒരു പുരുഷ പോലീസുകാരുമില്ല. അവരെ പോലീസ് വാനിലേക്ക് മാറ്റിയപ്പോഴും അവിടെ കൂടെ വനിതാ പോലീസുകാരുണ്ട്. എന്നിട്ട് ഇങ്ങനെ നുണകൾ കെട്ടിപ്പൊക്കി നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളോട് സംവദിക്കാൻ കഴിയുക? അപ്പൊ കേസെടുത്ത് അതിന്റെ വഴിക്ക് അത് പോകട്ടെ. അപ്പൊ ഇനിയും പ്രതീക്ഷിക്കാം, ഇതുകൊണ്ട് ഇവിടെ തീരുന്നില്ല. പോലീസ് പിന്നെ തയ്യാറെടുപ്പ് വേണ്ടത്ര നടത്തിയിരുന്നുവോ എന്നത് മറ്റൊരു ചോദ്യമാണ്. കാരണം ഇത് അക്രമാസക്തമാവും യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്, അതിനുള്ള ആഹ്വാനം പ്രതിപക്ഷ നേതാവ് നൽകിക്കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ അക്രമം ഉണ്ടായത്. പലയിടത്തും പോലീസിനെ അങ്ങോട്ട് പ്രകോപിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസ് സംയമനം പരമാവധി പാലിച്ചു എന്നും ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത് എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ്. ഈ ഒരു ചൊല്ലുണ്ടല്ലോ, അവസാനത്തെ തിരി ആളിക്കത്തും, അവസാന നാളം ആളിക്കത്തും എന്ന് പറയുന്നത്. എണ്ണ തീരുമ്പം ആ കടുംതിരിയാകുന്നതിന് മുമ്പ് ഒന്ന് കത്തും, പിന്നെ കഴിഞ്ഞു. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് മാർച്ചിനെ പറ്റി എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. പിന്നല്ലേ ചിലർ മരണശയ്യയിൽ കിടക്കുമ്പോൾ, അസുഖം ബാധിച്ച് മരിക്കുന്നതിനൊരു കുറച്ച് മുമ്പ് ചിലപ്പോൾ അവർ പെട്ടെന്ന് നോർമലാവും, ഉണരും, അബോധാവസ്ഥയിലാണെങ്കിൽ സംസാരിക്കും, കണ്ണു തുറന്ന് നോക്കും, പിന്നെ കണ്ണടയ്ക്കും, ശുഭം. അത് മറ്റൊരു ഉദാഹരണമാണ് ഈ യൂത്ത് കോൺഗ്രസ് മാർച്ചിനെ കുറിച്ച് പറയേണ്ടി വരും. ഇങ്ങനെ തന്നെയാണ് ഇനിയും നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. പിന്നെ ഇതൊക്കെ സുനിൽ കനകുലുവിൻ്റെ ബുദ്ധിയാണെങ്കിൽ നല്ലത്. ആ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് ജയിച്ചു വരാമെങ്കിൽ നല്ലത്. പക്ഷെ നിയമം കയ്യിലെടുത്തൊന്നും ജനങ്ങളുടെ പിന്തുണ നേടാൻ കഴിയത്തില്ല. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ഒരു വ്യാജ നേതൃത്വമാണെന്ന് ഇപ്പൊ ആൾക്കാർക്കൊക്കെ അറിയാം. അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് രണ്ടാമത് പിന്നെ നോട്ടയാണല്ലോ വന്നത്. മൂന്നാമത് വന്ന ആളിനെ തൽക്കാലമെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കണം. ഞങ്ങൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ ധാർമ്മികത തീരെ ഇല്ല എന്ന് ഓരോ സംഭവങ്ങളും വെളിവാക്കും. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു ആഗ്രഹമാണ്.
2 തവണ LDF അധികാരത്തിൽ തുടർച്ചയായിട്ട് വരുന്നു. ആദ്യ ഗവൺമെൻറ്, രണ്ടാം ഗവൺമെൻറ്. ഇനിയും എന്താ സംഭവിക്കുക? അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇത് നിങ്ങളുടെ യോഗം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ RSSന്റെ B ടീമാണെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇനി BJP എന്താ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താത്തത് എന്നൊരു ചോദ്യം വരാം. അതിന്റെ ആവശ്യമില്ല. കാരണം BJPക്ക് വേണ്ടി കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഈ മാർച്ച് നടത്തിയിരിക്കുന്നത്. പിന്നെ BJP പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ചെയ്തതുപോലെ മാർച്ച് നടത്തേണ്ട ആവശ്യമുണ്ട്. ഒരേ തൂവൽ പക്ഷികൾ, ദ സെയിം ബെഡ് ഫെലോസ്, ഒരേ കിടക്കയിൽ ഉറങ്ങുന്നവർ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്ന വിശേഷണങ്ങൾ. കാരണം ഇത് നിങ്ങൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ജനങ്ങൾ കാണുന്നുണ്ട്. നവകേരള സദസ്സിന് എതിരെ ഇനിയും അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഇനിയും പ്രതീക്ഷിക്കാം. ഡ്രോൺ വെച്ചൊരു കലാപരിപാടി നടത്താൻ നോക്കിയത് പോലീസ് ഇടപെട്ട് തടഞ്ഞു വരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യൂത്ത് കോൺഗ്രസ് KSUവിൻ്റെ നാഷണൽ വിഭാഗമായ NSUIയുടെ ദേശീയ സെക്രട്ടറി എറിക് സ്റ്റീഫൻ, അദ്ദേഹം തിരുവനന്തപുരം വലിയപുറ സ്വദേശിയാണ്. അദ്ദേഹം ബംഗളൂരുവിലെ എക്സ്നോസ് ഡ്രോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ മെയിൽ അയച്ചിട്ട് ഡ്രോൺസ് അടിയന്തരമായിട്ട് വേണം, എപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് കഴിഞ്ഞ ദിവസം അയച്ചതിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വിരുദ്ധമായതിനാൽ ഈ എറിക് സ്റ്റീഫനെ വലിയതുറ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതെന്തിനാണ് ഈ ഡ്രോൺ വാങ്ങുന്നത്? അപ്പം എന്താ പറഞ്ഞത്? KSUവിൻ്റെ പ്രചാരണത്തിനാണെന്ന് NSUIയുടെ ദേശീയ സെക്രട്ടറി പറയുകയാണ്. പക്ഷെ ഇപ്പം ഈ 11-ാം മണിക്കൂർ അല്ലെങ്കിൽ ഈ 18-ാം മണിക്കൂറിൽ അവസാന നിമിഷം ഈ ഡ്രോൺ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഡ്രോൺ വഴി പലതും ചെയ്യാൻ പറ്റും. ഒരു ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ ഡ്രോൺ വഴി ചില ഇടപാടുകൾ ചെയ്യാൻ പറ്റും, ചില ആക്ഷൻസ് ചെയ്യാൻ പറ്റും. യുദ്ധമേഖലയിൽ പലയിടത്തും ലോകത്ത് ഡ്രോൺ ആക്രമണം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ നടത്തിയിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ പലസ്തീൻ യുദ്ധത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നവകേരള സദസ്സിനെ ഒന്ന് അട്ടിമറിക്കാൻ ഡ്രോൺ വരെ പരീക്ഷിക്കാൻ എന്ന സംശയം പോലീസിനുള്ളത് കൊണ്ടാണ് പോലീസ് ഈ ദേശീയ സെക്രട്ടറിയെ എറിക് സ്റ്റീഫനെ അറസ്റ്റ് ചെയ്തത്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുക. എറിക് സ്റ്റീഫൻ അറസ്റ്റിലായി ഡ്രോൺ വിഷയത്തിൽ. പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ച് അക്രമാസക്തമായി. അപ്പം ഇനിയും ഈ നവകേരള സദസ്സ് തീരാൻ വെറും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.